സ്തുതിച്ച് ആരാധിക്കുവാനായിട്ട് ആരംഭിക്കാം. നമ്മൾ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. ഉണ്ണിയെ വരവേൽക്കുവാൻ വേണ്ടി, ഉണ്ണിയുടെ സാന്നിധ്യത്തിൽ ആയിരിക്കുവാൻ വേണ്ടി ഒക്കെ നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഈ നിമിഷത്തില് ആ ദിവ്യകുമാരനെ സ്വീകരിക്കുവാനായി നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും എല്ലാം നമുക്കൊരുക്കാം. നമുക്ക് ഓരോരുത്തർക്കും നമ്മെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഒന്ന് സമർപ്പിക്കാം. യേശുവിന്റെ സാന്നിധ്യം നമ്മളെ നിറയുന്നതിന്, അവിടുത്തെ അഭിഷേകം നമ്മളെ നിറയുന്നതിന്, അവിടുത്തെ കൃപ കൊണ്ട് നമ്മൾ നിറഞ്ഞ് ജ്വലിക്കുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ ആരംഭിക്കാം. ഒരു നിമിഷം നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഗബ്രിയേൽ മാലാഖ കടന്നു വന്നപ്പോൾ ഈ ദൈവകുമാരന് പിറക്കുവാനുള്ള അനുവാദം ചോദിക്കുമ്പോൾ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്ന പരിശുദ്ധ മറിയം, ആ മറിയത്തോട് ചേർന്ന് നമുക്കും ഇപ്പോൾ ദൈവത്തെ സ്വീകരിക്കുവാനായിട്ടുണ്ട്. അവന് ദൂതൻ അവളോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ടപ്പോൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധി നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. ഈ അത്യുന്നതന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ, അവിടുത്തെ സാന്നിധ്യം നമ്മളെ നിറയുവാൻ വേണ്ടി, നമ്മെ എല്ലാവരെയും അടിമത്തത്തിന്റെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിക്കുവാൻ, എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന മനുഷ്യനായി അവതരിച്ചുകൊണ്ട് പാപത്തിന്റെ, ശാപത്തിന്റെ, ബന്ധനത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞവരും ദൈവസ്നേഹം അനുഭവിക്കാൻ സാധിക്കാത്തവരുമായിരുന്ന നമ്മളെ ഓരോരുത്തരെയും ആ ബന്ധനങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് പിതാവിന്റെ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ പ്രാപ്തരാക്കുമെന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് അവതരിച്ച ആ ക്രിസ്തുവിനെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ഒന്ന് ചേർന്നൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ, സ്തുതി ദൈവമേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമേ നന്ദി പറയുന്നു, ദൈവമേ സ്തുതിക്കുന്നു, ആത്മാവേ നന്ദി പറയുന്നു, ആത്മാവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ നന്ദി പറഞ്ഞ് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. വീണ്ടും ഒരു ക്രിസ്മസിന്റെ ആ സുദിനങ്ങളിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ അനുവദിച്ച അങ്ങയുടെ കാരുണ്യത്തിന്റെ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈ ദിവസത്തിൽ കർത്താവെ, ഈ ദിവസത്തിന്റെ എല്ലാ അധ്വാനങ്ങൾക്കും പ്രവർത്തികൾക്കും എല്ലാം ശേഷം നിന്റെ ആ തെരഞ്ഞെടുക്കപ്പെട്ട ഈ ദിവ്യ ദിനത്തില് നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ വലിയ ശക്തി കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നേ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വന്നുപോയ എല്ലാ വീഴ്ചകളെയും ഭാവാവസ്ഥകളെയും എല്ലാം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഇപ്പോൾ ഞങ്ങളെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ മനസ്സിന്റെ മുറിവുകള്, വേദനകള്, ശാരീരികമായ രോഗപീഠകള്, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങള് കർത്താവെ, തഴക്ക ദൂഷ്യങ്ങള് എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുന്നു കർത്താവെ. പൂർണ്ണമായി ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവെ ആരാധന, യേശുവെ സ്തുതിക്കുന്നു, യേശുവെ ആരാധിക്കുന്നു കർത്താവെ. കർത്താവെ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അഭിഷേകം ഞങ്ങളെ നിറയുവാൻ വേണ്ടി അങ്ങയുടെ തിരുരക്തത്തിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് ജ്വലിപ്പിക്കണമേ. ഞങ്ങൾക്ക് ശിരസ് മുതൽ പാദം വരെയും അങ്ങയുടെ തിരുരക്തം ഒഴുകി ഇറങ്ങുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്താൽ ഞങ്ങൾ എല്ലാവരും അഭിഷേകം പ്രാപിക്കുവാൻ അങ്ങ് അനുവദിക്കണമേ കർത്താവെ. ഞങ്ങളുടെ മാനസികമായ അസ്വസ്ഥതകളെ, ഞങ്ങളുടെ ശാരീരികമായ രോഗപീഠകളെ കർത്താവെ ഇപ്പോൾ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ് കർത്താവെ. പൂർണ്ണമായ സൗഖ്യത്തിലേക്കും വിടുതലിലേക്കും ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും അങ്ങ് സുഖപ്പെടുത്തി കർത്താവെ. അവനിൽ നിന്ന് ശക്തി പുറപ്പെടുകയും എല്ലാവരെയും അവൻ സുഖപ്പെടുത്തുകയും ചെയ്തു എന്ന വചനം ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ഈ നിമിഷം ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആന്തരിക മുറിവുകളെ സുഖപ്പെടുത്തണമേ. മാനസികമായ വൈഷമ്യങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ കർത്താവെ. പലവിധമായ പ്രതികൂലങ്ങളിൽ കടന്നു പോകുന്നവരെ, കടബാധ്യതയിലായിരിക്കുന്നവരെ, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെ, ജീവിത ഭാരത്താൽ വേദനിക്കുന്നവരെ, നിരാശയിൽ ഉത്കണ്ഠയിൽ അടിമപ്പെട്ടവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവെ ആരാധന, യേശുവെ സ്തുതിക്കുന്നു, യേശുവെ ആരാധിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ആ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും വിടുവിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം കൊണ്ട് ഞങ്ങളെ ജ്വലിപ്പിക്കണമേ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, അവിടുന്ന് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ, നിന്റെ സാന്നിധ്യം കൊണ്ട്, നിന്റെ അഭിഷേകം കൊണ്ട്, നിന്റെ ശക്തി കൊണ്ട് ഇപ്പോൾ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ, സ്നേഹം കൊണ്ട്, ദയ കൊണ്ട് എല്ലാം ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വ്യക്തിത്വത്തിലുള്ള എല്ലാ പാപ സ്വഭാവങ്ങളെയും പരിശുദ്ധാത്മാവെ എടുത്തു മാറ്റി ദൈവ സ്വഭാവം ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവസ്നേഹത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് തരണമേ. വലിയ പ്രാർത്ഥനയുടെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധാത്മാവേ. എല്ലാ വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ശുശ്രൂഷയെ സമർപ്പിക്കുന്നു. ശുശ്രൂഷയെ നയിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആത്മീയ പിതാവായ ജെർമിയസ് പിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാവരെയും സമർപ്പിക്കുന്നു. ഇപ്പോൾ ഈ കൂട്ടായ്മയിലായിരിക്കുന്നവരും ഇനിയും കടന്നു വരാനിരിക്കുന്നവരുമായ എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവെ, എല്ലാവരുടെ മേലും അങ്ങ് തീ പോലെ ഇറങ്ങണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയ പരിശുദ്ധാത്മാവെ, വലിയ കൃപയും അഭിഷേകവും ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ. ഞങ്ങളിൽ അങ്ങ് കവിഞ്ഞൊഴുകണമേ. യോർദാൻ കവിഞ്ഞൊഴുകുന്നത് പോലെ അങ്ങയുടെ സ്നാനത്തിൽ ഈശോയെ അങ്ങ് മാമുദീസ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അങ്ങയുടെ മേൽ ഇറങ്ങി വന്നതുപോലെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും എല്ലാം വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഒരു പെന്തക്കോസ്തിയുടെ അനുഭവത്തിലേക്ക് കൊടുങ്കാറ്റിന്റെ ആരംഭത്തോടെ ഇപ്പോൾ അങ്ങ് ഇറങ്ങി വരണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, ജോർദാൻ നദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ, ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ച അനുഗ്രഹമേകിടണമേ. ജോർദാൻ നദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ, ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ച അനുഗ്രഹമേകിടണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ കരങ്ങളിലേക്ക് തരികയാണ്. ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ, വരുന്ന 23 ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവേ, ഉണ്ണിയെ സ്വീകരിക്കുവാൻ തക്ക വിധത്തില് ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് സജ്ജമാക്കണമേ. വലിയ ദൈവസ്നേഹാനുഭവം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അഹങ്കാരത്തിന്റെയും അസൂയയുടെയും കോപത്തിന്റെയും മാത്സര്യത്തിന്റെയും വഞ്ചനയുടേതുമായ അങ്ങനെ തിന്മയുടേതായ എല്ലാ പ്രവർത്തികളും ഞങ്ങളെ നീങ്ങിക്കൊള്ളിയിട്ട് എളിമ കൊണ്ട്, ദയ കൊണ്ട്, വിശ്വസ്തത കൊണ്ട്, സൗമ്യത കൊണ്ട്, ആത്മസംയമനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ പറയുന്നു. ഹല്ലേലൂയ, 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 ആരാധന യേശുവേ, നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ സ്തുതി. ജോഷിയച്ചൻ നമുക്കറിയാം, ഇപ്പോൾ പ്രവാചക ധീരതയോടുകൂടി മുനമ്പൻ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജോഷിയച്ചനാണ് മുനമ്പത്തെ ഈ പ്രശ്നം മുഴുവൻ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അങ്ങനെ തീഷ്ണതയോടുകൂടി ദൈവത്തിനു വേണ്ടിയും ജനത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന അച്ഛനെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. അച്ഛനാണെന്ന് നമുക്ക് സന്ദേശം നൽകുന്നത്. അച്ഛനെ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. എന്റെ മൈക്ക് ഓൺ ആക്കണേ അച്ഛാ. വിഷച്ച ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സാറേ, താങ്ക് യു. നമ്മള് അങ്ങനെ പുൽക്കൂടിലേക്കുള്ള യാത്രയിലാണ്.
നമ്മൾ ഇന്ന് ഇത് ആരംഭിക്കുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവം കൂട്ടിച്ചേർത്ത ബന്ധം എന്നതാണ്. ദൈവം കൂട്ടിച്ചേർത്ത ബന്ധം. സ്വാഭാവികമായും യൗസേപ്പ് പിതാവിനെയും മാതാവിനെയും കുറിച്ചുള്ള ചിന്തയാണ് ഇതിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന അടിസ്ഥാനപരമായിട്ടുള്ളത്. പക്ഷേ സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന രീതിയിൽ ഭാര്യ ഭർത്തൃ ബന്ധം, കപ്പിൾ ബന്ധം, അത് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് തീർച്ചയായിട്ടും പാരലലായിട്ട് പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് ക്ഷണിക്കുക. ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പോ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തെ ഇപ്പോൾ നമ്മൾ കാണുന്നത് നന്നല്ല എന്ന് പറയുന്നവനായിട്ടാണ്. നന്നല്ല, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. എന്നിട്ട് പറയാണ്, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ശരിക്കും അവിടെ മൂലഭാഷയില് എത്സർ നെഗ്ദോ എന്നാണ്. എത്സർ നെഗ്ദോ. ശരിക്കും എത്സർ എന്ന് പറഞ്ഞാൽ എന്താ? എത്സർ എന്ന് വെച്ചാൽ നോക്കണം, നമ്മളിപ്പോ കേട്ടിട്ടില്ലേ എബനേസർ, അല്ലേ? അങ്ങനെയുണ്ട്, എബനേസർ. പല തുണിക്കടകളുടെയും പേരാണ് എബനേസർ. അപ്പൊ എത്സർ, എബൻ കല്ല്, ശില, എത്സർ സഹായം. എലിയത്സർ എന്താ? എലിയാസ്, അതാണ് എലിയാസർ. ആ എലിയാസർ എന്നുള്ളതാണ് ഗ്രീക്കിലേക്ക് വരുമ്പോൾ ലോപിച്ച് ലാസറസ് ആകുന്നത്. ലാസർ. ഓക്കെ. അപ്പോ എത്സർ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഓർക്കുക, അവന് ഒപ്പമുള്ള, അവന് പറ്റിയ, അതാണ് കിനെഗ്ദോ. കിനെഗ്ദോ എന്ന് വെച്ചാൽ അവന്റെ മുൻപിൽ നിൽക്കാൻ പറ്റിയ, അവനോട് കണ്ണിൽ നോക്കി നിൽക്കാൻ പറ്റിയ, അവന് തുല്യതയുള്ള, അവന് പറ്റിയ, അതാണ് അതിന്റെ വാക്ക്. അപ്പോ കിനെഗ്ദോ, എത്സർ. അപ്പോ നമ്മൾ വിചാരിക്കും, അതുകൊണ്ടാണ് പുതിയ റിവൈസ്ഡ് POC ബൈബിളില് ഇണ എന്നല്ല തുണ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവന് ചേർന്ന തുണയെ ഞാൻ നൽകുന്ന, ഇണ എന്നല്ല. കാരണം എത്സർ എന്ന് വെച്ചാൽ സഹായം എന്നല്ലേ അർത്ഥം. അപ്പൊ തുണ ആണ് കൂടുതൽ, ഇണ എന്നതിനേക്കാൾ തുണയാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. അപ്പോഴ് തുണ ഞാൻ നൽകും. അപ്പോ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, എന്താണാവോ ഇതിന്റെ അർത്ഥം? ഹെൽപ്പർ എന്നുള്ള അർത്ഥം വല്ലതും ആണോ? പൊതുവെ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ അത്ര നല്ല വാക്കല്ലല്ലോ. മേസ്രിയും പിന്നെ ഒരു ഹെൽപ്പറും എന്ന് പറയും. കൽപ്പണിക്കാരാണെങ്കിൽ ഒരു ഹെൽപ്പർ. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഇംഗ്ലീഷിൽ നമ്മൾ ഹെൽപ്പർ എന്ന് പറയുന്ന ആ അർത്ഥമല്ല എത്സർ എന്ന ഹീബ്രു പദത്തിനുള്ളത്. മിക്കപ്പോഴും എത്സർ ആരാണ്? ദൈവമാണ് എത്സർ. ദൈവമാണ് സഹായം. കണ്ടോ? അപ്പോൾ ദൈവത്തിന്റെ സഹായത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് എത്സർ. അതാണ് എലിയത്സർ. എൻ്റെ ദൈവം സഹായം. കർത്താവാണ് എൻ്റെ പരിച, കർത്താവാണ് എൻ്റെ കോട്ട. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴെല്ലാം ഈ സഹായം തന്നെയാണ് വരുന്നത്, എത്സർ തന്നെയാണ് വരുന്നത്. അപ്പോ നോക്കൂ, ഇവിടെ പറയുകയാണ്, പുരുഷനെ കുറിച്ച് പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, അവന് ചേർന്ന തുണയെ ഞാൻ നൽകും. അപ്പൊ നമ്മുടെ വിഷയം എന്താ? ദൈവം ചേർത്ത് നിർത്തുന്ന ബന്ധം, ദൈവം ഒന്നിപ്പിക്കുന്ന ബന്ധം എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, തുണ, ദൈവികമായ സഹായമാണ് ഭർത്താവിന്, ദൈവികമായ സഹായമാണ് ഭാര്യ, ഭാര്യയ്ക്ക് ദൈവികമായ സഹായമാണ് ഭർത്താവ്.
നോക്കൂ, വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും മാതാവിന്റെയും ജീവിതത്തെ ഒന്ന് ചിന്തിച്ചു നോക്കി. എന്തൊരു ബാലൻസിങ് ആയിരുന്നു. യൗസേപ്പ് പിതാവിന് മാതാവ് തുണ, മാതാവിന് യൗസേപ്പ് പിതാവ് തുണ. പ്രത്യേകിച്ച് നമ്മൾ ബൈബിളിൽ മുഖ്യമായും കാണുന്നത് മാതാവിന് യൗസേപ്പ് പിതാവ് തുണ എന്ന രീതിയിലാണ്. എത്സർ. അപ്പോ അങ്ങനെയുള്ള എത്സർ നോക്കൂ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ എന്തൊരു കാഴ്ചയാണ്. ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോയി. പാരലൈസ്ഡ് ആയിട്ട് കിടക്കാണ്. അവന് ഒത്തിരി വിഷമിച്ചു. ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കയ്യ് തളർന്നിരിക്കണമെങ്കിലും വിരലുമെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്. അത് ശരിയാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. 1-2 മാസമായി എങ്കിലും അത്. പക്ഷെ ഞാന് കാണുകയായിരുന്നു, അവന്റെ ഭാര്യ എത്ര ദൈവികമായ ഒരു തുണയായി അവനോട് ചേർന്ന് നിൽക്കുന്നു ജീവിതത്തിന്റെ ക്ലേശത്തിൽ. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ജോയി ചേട്ടൻ ഉണ്ടായിരുന്നു. ജോയി ചേട്ടന് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ആശുപത്രിയിൽ കൊണ്ടുപോയി. അവര് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു. ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ അതോടൊപ്പം ആള് ഇങ്ങനെ ബെഡ് റിഡനായി മാറി. വളരെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരാൾ. പക്ഷേ നീണ്ട വർഷങ്ങൾ പിന്നീട് ആ ഒരു കട്ടിലിനോട് ചേർന്ന് ഈ എത്സർ പിന്നെ ഗിദോ, 3 മക്കളാണ് അവർക്ക്. ആ മക്കളൊക്കെ ആ ചേച്ചി പിന്നീട് വളർത്തിക്കൊണ്ടുവന്നു. ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. എത്സർക്ക് നെഗിദോ. ദൈവം കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത് പരസ്പര സഹായമായിട്ടാണ്. ഒരു ഭാര്യ തളർന്നുപോയ ഒരു വ്യക്തിയുടെ കാര്യം നമ്മൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള. കുഞ്ഞിനെ പോലെ ആ ഭർത്താവ് ആ ഭാര്യയെ ശുശ്രൂഷിക്കുന്ന കാഴ്ച, കുളിപ്പിക്കുന്ന കാഴ്ച, മുടി കൊടുക്കുന്ന കാഴ്ച. പ്രിയപ്പെട്ടവരെ, ദൈവം യോജിപ്പിച്ച ബന്ധമാണ്. നിത്യതയിലെ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് സ്വപ്നമുണ്ട്. രക്ഷയെക്കുറിച്ചുള്ള സ്വപ്നത്തിൽ ദൈവം പ്രഖ്യാപിച്ചു. വാഗ്ദാനത്തിൽ ഉൽപ്പത്തി 3:15 സ്ത്രീ. ചരിത്രപരമായി അത് മറിയമാണ് എന്ന് വ്യക്തം. കാരണം സ്ത്രീയുടെ സന്തതിയാണ് രക്ഷകൻ. അപ്പോൾ പക്ഷേ ആ സ്വപ്നത്തിൽ തന്നെ, രക്ഷകനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആ സ്വപ്നത്തിൽ തന്നെയുള്ള ആ സ്ത്രീ കൺസെപ്റ്റിൽ ഒപ്പം ദൈവത്തിന്റെ മനസ്സിൽ നീതിമാനായ യൗസേപ്പും ഉണ്ടായിരുന്നു. ദൈവമേ, തന്ന ദാനത്തിന് നന്ദി പറയുന്നു. ഈ നിമിഷം ഓരോ ഭർത്താവും പറയുക, ഓരോ ഭാര്യയും പറയുക, ദൈവമേ, കിട്ടിയ ആ ദാനത്തിന് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ദാനത്തിന് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമ്മൾ എപ്പോഴും അത് കുർബാനക്ക് വേണ്ടിയുള്ളതാണെന്നാണ് നമ്മൾ വിചാരിച്ചേക്കണേ. അല്ല 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 ഭർത്താവിനെ ഓർത്ത്, ഭാര്യയോർത്ത് പറയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണത്. അവർണ്ണനീയമായ ദാനത്തിന് കർത്താവേ അങ്ങേക്ക് സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജോഷി അച്ഛ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. അച്ഛൻ പറഞ്ഞ വാക്ക് ഇണയും തുണയുമാണെന്നാണ്. പലപ്പോഴും ജോഷി അച്ഛനെ നമ്മുടെ ഹോളി ഹോമിൻസിനെ അനിമേറ്റുന്ന നിലയിൽ ഇണയും തുണയുമാണ് നമുക്ക്. ഇന്ന് പിതാവാണ് എത്തേണ്ടിയിരുന്നത്. വിദേശത്തായതുകൊണ്ട് പിതാവിന് എത്താനായില്ല. 22-ാം തീയതിയാണ് ജോഷി അച്ഛൻ നമ്മളോടൊപ്പം ആയിരിക്കേണ്ട ഈ വിഷയം. പക്ഷെ അച്ഛൻ ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ വന്നു. അപ്പോൾ ഒരു ഇണയായി, തുണയായി, ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ജോഷി അച്ഛൻ എപ്പോഴും ഉണ്ട്. നമുക്ക് നന്ദിയോടെ ഓർക്കാം. പ്രത്യേകിച്ച് ജോഷി അച്ഛൻ മുനമ്പം പ്രയാസവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യം ചെയ്യുന്നുണ്ട്. സെമിനാരിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഇടയിൽ നമ്മുടെ ശുശ്രൂഷകൾ മുഴുവൻ സമയമുണ്ട്. നമുക്ക് അച്ഛനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഒരിക്കൽ കൂടി അച്ഛ ഈ കൂട്ടായ്മയുടെ പേരിൽ അച്ഛൻ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. താങ്ക് യു. പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഷിബു നമ്മളെ സഹായിക്കും.
ഞങ്ങളുള്ളവരെ നമ്മൾ ഉണ്ണീശോയുടെ ജനനത്തിനായിട്ട് നമ്മൾ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ജനിച്ച ഉണ്ണീശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ജന്മമെടുത്ത ഉണ്ണീശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ ജന്മമെടുത്ത ഉണ്ണീശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. നീതിമാനായ യൗസേപ്പിനെ പിതാവായി സ്വീകരിച്ച ഉണ്ണീശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. സ്നാപകയോഹന്നാനെ ആത്മാവിൽ നിറച്ച ഉണ്ണീശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. ബെത്ലഹേമിൽ ജനിച്ച ഉണ്ണീശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത്തിന് പ്രകാശമായി തീർന്ന ഉണ്ണീശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. സന്തോഷത്തിന്റെ സദ്വാർത്ഥിയായ ഉണ്ണീശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. പിള്ളക്കച്ച കൊണ്ട് പൊതിയപ്പെട്ട ഉണ്ണീശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. പുൽത്തൊട്ടിയിൽ കിടന്ന ഉണ്ണീശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. ആട്ടിടയരാൽ സ്തുതിക്കപ്പെട്ട ഉണ്ണീശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായ ഉണ്ണീശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. ദാവീദിന്റെ വംശത്തിൽ നിന്ന് ജനിച്ച ഉണ്ണീശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി ജനിച്ച ഉണ്ണീശോയെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ ഉണ്ണീശോയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ക്രിസ്മസിനായിട്ട് നാം ഒരുങ്ങുമ്പോൾ ആ പരിശുദ്ധ മറിയത്തിൽ ജനിച്ച അച്ഛൻ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ട അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറിയ ഉണ്ണീശോ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അവിടുത്തെ ഒന്ന് സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ദൈവമേ, ആരാധിക്കുന്നു. കർത്താവെ, നന്ദി പറയുന്നു. ഹാലലൂയ. ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഉണ്ണീശോയെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വന്ന് വീണ്ടും ചെയ്യണമേ. അവിടുത്തെ പ്രകാശത്താൽ, അവിടുത്തെ രക്ഷയാൽ, അവിടുത്തെ സാന്നിധ്യത്താൽ അവിടുന്ന് ബെത്ലഹേമിനെ അനുഗ്രഹപൂർണ്ണമാക്കിയതുപോലെ ഞങ്ങളെയും അനുഗ്രഹപൂർണ്ണമാക്കണമേ. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ അവിടെ യേശുപിതാവിനെയും മാതാവിനെയും കൂട്ടിച്ചേർത്തതുപോലെ ഞങ്ങളെയും അങ്ങ് കൂട്ടിച്ചേർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ആട്ടിടയന്മാരും പൂജ രാജാക്കന്മാരും എല്ലാ പ്രപഞ്ചവും ആരാധിച്ച ആ ഉണ്ണീശോയെ അങ്ങേ ഞങ്ങളും ആരാധിക്കുവാൻ അങ്ങിടയാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ആരാധന, 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 ആരാധന. മാണിച്ചേട്ടാ. പ്രിയമുള്ളവരെ, നമ്മള് നാളെ ബീഹാറിൽ നിന്നും അഭിമന്യ കല്ലുപുര പിതാവ് നമ്മളൊപ്പം ചേരുന്നുണ്ട്. അപ്പൊ കൃത്യസമയത്ത് നമുക്ക് കയറുകയും പിന്നെ കുറച്ച് പേരുടെ കലണ്ടർ ഉണ്ടായിരുന്നു. നമുക്ക് പരിചയമുള്ള നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ള പരിചയമുള്ളവരെയൊക്കെ ഒന്ന് വിളിച്ച് അറിയിക്കുകയും ചെയ്യണം. നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ ദിവസങ്ങളിലൊക്കെ ആയിരിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും നിരന്തരം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് പ്രോഗ്രാമിലേക്ക് കടന്നു വരാം. അപ്പോഴേക്കും നമുക്ക് ക്രിസ്മസിന് നല്ലൊരു ഒരുക്കൽ ലഭിക്കുമല്ലോ. ഇന്ന് അച്ഛനിലൂടെ കിട്ടിയ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കാം. ദൈവം എന്തിനാണ് ഭാര്യാഭർത്താക്കന്മാരെ യോജിപ്പിച്ചതെന്ന്, ഓരോരുത്തർക്കും ചേർന്ന തുണയെയാണ് ദൈവം നൽകിയിരിക്കുന്നതെന്ന് അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. പരസ്പരം തുണയാകാൻ വേണ്ടി, എങ്ങനെ ദൈവത്തിന്റെ തുണയായി തീരാൻ വേണ്ടി ദൈവം നൽകിയിട്ടുള്ള വ്യക്തികളാണ്. പരസ്പരം തുണയായി വർത്തിക്കുമ്പോഴാണ് അവിടെ ഈഗോയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാവരും സ്നേഹത്തോടും ഐക്യത്തോടും കൂടി തമ്പുരാനോട് ചേർന്ന് പോകും. അതാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കൊരു നിമിഷം നമ്മുടെ കുടുംബ ജീവിതത്തെയൊക്കെ ഓർത്തു നോക്കാം. അൾത്താരയുടെ മുമ്പില്, ബലിപീഠത്തിന്റെ മുമ്പില് ഒരു വൈദികനാൽ സഭ നമ്മളെ കൂട്ടിയേൽപ്പിച്ചു. ഉൾട്ടൻജെ എന്ന് പറയുന്ന വിശുദ്ധൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിവാഹത്തില് 2 പേരല്ല ഒന്നിക്കുന്നത്, 3 പേർ ഒന്നിക്കണം. ഭാര്യയും ഭർത്താവും, അവരുടെ മധ്യത്തിൽ ഈശോയും ഉണ്ടാകണം. ഈശോയ്ക്ക് സമർപ്പിതമാണ് ഓരോ കുടുംബവും. ഈശോയാൽ നയിക്കപ്പെടേണ്ടവരാണ് ഓരോ കുടുംബവും. നമ്മുടെ കുടുംബ ജീവിതത്തെ പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മൾ പരസ്പരം തുണയായി വർദ്ധിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കുഞ്ഞുമക്കളെ നൽകി. ആ കുഞ്ഞുമക്കളെ വളർത്തിക്കൊണ്ട്
വരേണ്ട ഉത്തരവാദിത്വം, അതും ദൈവ സ്നേഹത്തില് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി, കർത്താവിന് പ്രിയപ്പെട്ടവരായി വളർത്തിക്കൊണ്ട് വരേണ്ട ഉത്തരവാദിത്വം ഭാര്യാഭർത്താക്കന്മാർക്കുള്ളതാണ്. കുഞ്ഞുങ്ങളുടെ നമുക്കറിയാം, ഒരമ്മ ഗർഭിണിയാവുമ്പോൾ ഒരു ശിശുവിൻ ആ അമ്മയുടെ ഉദരത്തിൽ ജന്മമെടുക്കുമ്പോൾ തന്നെ ആ കുട്ടികളുടെ വ്യക്തിത്വം വളരുകയാണ്. ഒരു ശിശുവിന്റെ വളർച്ച 85% വ്യക്തിത്വവും ആ കുട്ടിയുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് സംഭവിക്കുന്നു. വീണ്ടും ഒരു 10% ആ വ്യക്തിയുടെ കുടുംബത്തിൽ നിന്നും ലഭിക്കുന്നു. പിന്നീട് ഒരു 5% മാത്രമാണ് സ്കൂളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ആ കുട്ടിയുടെ വ്യക്തിത്വത്തിലേക്ക് വളർച്ചയ്ക്ക് സഹായമായ കാര്യങ്ങൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ കുടുംബജീവിതം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് ഇന്നേ ദിവസം ഓർക്കാം. തമ്പുരാന് നന്ദി പറയാം. നമ്മുടെ തുണയായി ദൈവം നൽകിയ വ്യക്തിയെ ഒരു നിമിഷം ഓർക്കാം. നമ്മുടെ ജീവിതം എപ്രകാരമായിരുന്നു? ദൈവം ആഗ്രഹിച്ച പോലെ ആയിരുന്നു? കർത്താവ് നമ്മളിന്ന് ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഒന്നിച്ചു ചേർത്തപ്പോഴേ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. നിങ്ങൾ ആ പദ്ധതി പൂർത്തിയാക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ധന്യമായി തീരുക, വിജയകരമായി തീരുക. നിങ്ങൾ അതിന് തയ്യാറാകണം. നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയെ ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കാം. ഈ 25-ാമത്തെ ദിവസം ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഉണ്ണീശോയോട് പറയാം, ഞങ്ങൾക്കൊരു പുതു ജീവിതം ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് എങ്ങനെ ആക്കണമേ എന്ന്. കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ഇന്ന് ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി തീർന്ന എല്ലാവരെയും ഒത്തിരി നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്ക് നാളെയും കൃത്യം 9 മണിക്ക് തന്നെ ചേരാം. അങ്ങനെ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ദൈവത്തിന്റെ തിരുവിഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാളത്തെ ക്ലാസ്സിലെത്തേണ്ട നമ്മുടെ ബഹുമാനപ്പെട്ട കല്ലൂപുര പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവ് കുറെ കാലമായിട്ട് ബീഹാറിലാണ്. അപ്പോൾ പിതാവ് അവിടുത്തെ അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ പക്ഷേ നമ്മളുമായിട്ട് പങ്കുവെക്കുമായിരിക്കും. പിതാവിനെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. ശിവോ, നമുക്ക് സമാപിപ്പിക്കാം അല്ലേ? കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നമുക്ക് നമ്മുടെ കൊച്ചു പ്രാർത്ഥന ചൊല്ലി നമുക്ക് സമാപിപ്പിക്കാം. ഹോളി ഹോമിനൊരു കൊച്ചു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ ചൊല്ലുന്നത്. ഞങ്ങളെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഞങ്ങളുടെ കാവൽമാരായ ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതമനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാനും ഞങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപ ചെയ്യണമേ. നമുക്ക് ഓരോരുത്തർക്കും നെറ്റിയിൽ കുരിശ് വരച്ച് നമ്മളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.